നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന നടപടിക്രമങ്ങൾ നമ്മുടെ താല്പര്യമായി മാറണമെന്നാണ്, നമ്മുടെ ഇഷ്ടമായി മാറണം. ചില ആൾക്കാർ എനിക്കത് പറ്റുന്നില്ല, അങ്ങനെ പറ്റുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായും മുഅ്മിനാവുക. നമ്മുടെ ഇച്ഛയായി മാറണം, നമ്മുടെ താല്പര്യമായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് നമ്മൾ എന്ത് വിലയാണ് കൽപ്പിക്കാറുള്ളത്? നബി തങ്ങളുടെ ചര്യകൾ പിൻപറ്റാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ മുഅ്മിനാവൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്ന് മാത്രമല്ല, അത് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യമായി മാറണം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാകണം. സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമായി മാറുമ്പോഴാണ് നമ്മൾ പൂർണ്ണ മുഅ്മിനാവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കാലത്തെ കുറ്റം പറയുന്ന ആളുകളുണ്ട്, സാഹചര്യത്തെ കുറ്റം പറയുന്ന ആളുകളുണ്ട്, മാഹൂലുകളെ പഠിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ചുറ്റുപാടിലൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ മുഴുവൻ സമുദായങ്ങളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ആരാണ് സ്വർഗ്ഗത്തിൽ കടക്കാൻ വിസമ്മതിക്കുക? അപ്പം പ്രവാചകൻ പറഞ്ഞു, മൻ അതാനി ദഖലൽ ജന്ന, ആരാണോ എന്നെ അനുസരിക്കുന്നത് അവർ സ്വർഗ്ഗത്തിൽ കടക്കും. വമൻ അസാനി ഫഖദ് അബാ, ആരെങ്കിലും അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കാൻ വിസമ്മതിക്കുകയാണ്. ഞാൻ ഈ കാലത്തെ തൃപ്തിപ്പെടുത്തുകയാണ്, ഞാൻ ഇവിടുത്തെ ആളുകളെ തൃപ്തിപ്പെടുത്തുകയാണ്, എന്റെ സ്ഥാപനത്തെ തൃപ്തിപ്പെടുത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ വിറ്റുകൊണ്ട് നീ കാലത്തെയും ആളുകളെയും ഒക്കെ തൃപ്തിപ്പെടുത്തി നീ ജീവിക്കുകയാണെങ്കിൽ നീ പറയുന്നത്, ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് നരകത്തിൽ പോയിക്കോളും, സ്വർഗത്തിലേക്ക് ഞാനില്ല. അവൻ സ്വർഗത്തിൽ കടക്കാനാണ് വിസമ്മതിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ